നിഷ്കളങ്കനായിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ സർവശക്തിയുള്ള ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, എൻ്റെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കാം. 75-ാം വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. നീണ്ട യാത്രകളിൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ 99-ാം വയസ്സായപ്പോൾ ഒരു ദൈവശബ്ദം അബ്രഹാം കേൾക്കുക, എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കാം. ജീവിതത്തിൽ ഇതുവരെയുള്ള അബ്രഹാമിൻ്റെ ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകാൻ പോകുന്ന വർഷമാണത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം തലമുറകളെ കൊടുക്കാൻ പോകുകയാണ്. 100-ാം വയസ്സിൽ ദൈവം തലമുറകളെ കൊടുത്തു. പക്ഷെ ഒറ്റ കാര്യം, എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കാം. നടപ്പിൽ, പ്രവൃത്തിയിൽ, ഇടപാടുകളിൽ, വാക്കുകളിൽ, ജീവിതയാത്രയിൽ നിഷ്കളങ്കനായിരിക്കാം. വാക്തത്വം നീ പ്രാപിക്കാൻ പോകുക. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ദൈവവൈതലേ, ജീവിതത്തിൽ നിഷ്കളങ്കനായിരുന്നാൽ ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കാം. കർത്താവേ, ജീവിതയാത്രയിൽ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.